ലോർഡ് ശിവന്റെ ഏത് ഫോട്ടോസ് നോക്കിയാലും അതിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞുമല കാണാൻ സാധിക്കും. അതിനെ നമ്മൾ കൈലാസം അല്ലെങ്കിൽ മൗണ്ട് കൈലാഷ് എന്ന് പറയും. ഈ മലയിൽ കയറുന്നത് ചൈനീസ് ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ചൈന എന്തിനാ പറയുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. ശിവൻ അവിടെ തന്നെയാണോ താമസിക്കുന്നത്? റഷ്യൻസിന്റെ ബോഡിക്ക് അവിടെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അഡോൾഫ് ഹിറ്റ്ലർ അവിടെ വലിയൊരു സീക്രട്ട് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? എന്നിങ്ങനെ കുറെ മിസ്റ്ററീസ് മൗണ്ട് കൈലാഷിലുണ്ട്. ഹിന്ദുയിസത്തിൽ മാത്രമല്ല, ബുദ്ധിസം, ജൈനിസം, ബോൺ എന്ന ടിബറ്റൻ ജനങ്ങളുടെ റിലീജിയനിൽ പോലും മൗണ്ട് കൈലാഷിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മൗണ്ട് കൈലാഷ് എവിടെയാണുള്ളത്? ഈ മൗണ്ട് കൈലാഷിൽ എന്തൊക്കെ സീക്രട്സ് ആണുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ അക്കു. വെൽക്കം ടു അക്കൂസ് വ്യൂ. മൗണ്ട് കൈലാഷ് ഉള്ളത് ടിബറ്റിലാണ്, ഹിമാലയത്തിനടുത്തായി തന്നെ. 1950കളിൽ ടിബറ്റ് ചൈനയുടെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മൗണ്ട് കൈലാഷും ചൈനയുടെ കൺട്രോളിലാണ് ഉള്ളത്. മൗണ്ട് കൈലാഷിന് മൗണ്ട് എവറസ്റ്റിനേക്കാളും 28% ഹൈറ്റ് കുറവാണ്. അതുമാത്രമല്ല, ഈ മലയെ കാണാൻ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഉള്ളത്. ഹിന്ദുയിസത്തിൽ ലോർഡ് ശിവ അവിടെയാണ് തപസ്സിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ബുദ്ധിസത്തിൽ ബുദ്ധയുടെ 2ാം അവതാരം അവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ടിബറ്റൻ ബോൺ മതത്തിൽ എല്ലാ ദൈവങ്ങളും അവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. ജൈനിസത്തിലും ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ തന്നെയാണ്. മൗണ്ട് കൈലാഷിന് താഴെ തന്നെയായിട്ട് 2 തടാകങ്ങളുണ്ട്. കുറെ ആളുകൾ കൈലാസത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു പോവാറുണ്ട്. എന്നാൽ മൗണ്ട് കൈലാഷിൽ കയറാനായിട്ട് അവർക്ക് പെർമിഷൻ ഇല്ല. പക്ഷേ അവർക്ക് ഈ തടാകങ്ങളുടെ അവിടെയൊക്കെ പോകാനായിട്ട് പെർമിഷൻ ഉണ്ട്. ആ 2 തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 മൻസറോവർ ലേക്ക്, 2 രാവണാസ് ലേക്ക്. രാവണൻ ശിവന്റെ വലിയൊരു ഭക്തനാണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ ശിവനെ കാണാനായിട്ട് രാവണൻ പോയി തപസ്സിരുന്ന സ്ഥലമാണത് എന്നും പറയപ്പെടുന്നു. ചൈന ആ മല കയറുന്നത് ബാൻ ചെയ്യാൻ കാരണം കുറെ ആളുകൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ കുറെ ആൾക്കാർ ബോധം കെട്ട് വീഴുന്നു. അതേപോലെ കുറെ ആളുകൾക്ക് ബോഡി വീക്കായി ഫീൽ ചെയ്യുന്നു. ഇന്ന് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചൈന ആ മല കയറുന്നത് ബാൻ ചെയ്തത്. കൈലാസത്തെക്കുറിച്ച് കുറെ കോൺസ്പിറസി തിയറീസ് ഉണ്ട്. 1, മൗണ്ട് കൈലാഷ് ഒരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ആ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചാണ് ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നത്. ആ സ്പേസ് ക്രാഫ്റ്റ് ആണ് മൗണ്ട് കൈലാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2, മൗണ്ട് കൈലാഷ് ഒരു പോർട്ടലാണ്. ഇതുവഴി വേറൊരു പാരലൽ വേൾഡ് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിലേക്ക് പോവാം. ഈവൻ സ്വർഗത്തിലേക്ക് ഇതുവഴി പോകാമെന്നൊരു തിയറി കൂടെ ഉണ്ട്. 3, ദേവന്മാർ മാത്രം താമസിക്കുന്ന ശംബാല എന്ന സിറ്റി അവിടെയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റാത്തതെന്നും പറയുന്നു. 4, ദൈവങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ഭൂമിയാണത്. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് അവിടെ പോകാൻ പറ്റാത്തതെന്നും പറയുന്നു. 5, മൗണ്ട് കൈലാഷ് ഭൂമിയുടെ ഹാർട്ടാണ് എന്നൊരു തിയറി. ഈവൻ ഹിറ്റ്ലർ വരെ ഇവിടെ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു ടീം സെറ്റ് ചെയ്ത് അവിടെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണക്കെടുക്കാൻ പറ്റാത്തത്ര കോൺസ്പിറസി തിയറീസ് മൗണ്ട് കൈലാഷിനെ കുറിച്ചുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.